إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലി ഇംറാൻ 18-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം വഹിച്ചിരിക്കുന്നു അന്നഹും നിശ്ചയമായും ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അല്ലാഹു സത്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ സത്യമാണ്, അല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ് അത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വൽ മലായികത്തു മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വഉലുൽ ഇൽമ് അറിവിന്റെ ആൾക്കാരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മലായികത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. എന്നാൽ ഉലുൽ ഇൽമ് അറിവിന്റെ ആൾക്കാരെന്ന് പറഞ്ഞത് അതാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള അധ്യാപന പ്രകാരം അവർ മനസ്സിലാക്കി പഠിച്ചു വശായിട്ടുണ്ട് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. അതിൽ തന്നെ അവരുടെ വിശ്വാസം അവർ ഉറപ്പിച്ചിട്ടുമുണ്ട്. നാളെ മഹ്ശറ വൻസഭയിൽ മുൻ പ്രവാചകന്മാർക്കൊക്കെ ഈ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിയാകുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ മുൻ പ്രവാചകന്മാരും അവരുടെ ജനങ്ങളിലേക്ക് തൗഹീദ് ഏകദൈവ വിശ്വാസം അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾ സാക്ഷിയാണെന്ന് നാം പറയുമെന്നൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. ഈ ആയത്ത് അവതരിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, വഅന അലാ ദാലിക മിനശ് ഷാഹിദീന യാ റബ്ബ്, ഞാൻ അതിന് സാക്ഷിയാകുന്നു അല്ലാഹുവേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു കാണുന്നു. നോക്കൂ, അതിനുശേഷം ലാ ഇലാഹ ഇല്ലാഹു അവരല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് അല്ലാഹു വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം അതിന്റെ ഗൗരവമാണ് അല്ലാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു അല്ലാതെ ഈ ഭൂമിയിൽ വേറൊരു ആരാധ്യനില്ല. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ആരുമേ ഇല്ല. അൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപശാലിയും അതുപോലെ അഗാധജ്ഞനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഉപസംഹരിക്കുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.